ഹലോ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ഡിഗ്രി കുട്ടികൾക്കായിട്ടുള്ള ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സ് എന്ന ടെക്സ്റ്റിലെ രണ്ടാമത്തെ ലെസണാണ് ഇന്ന് നോക്കുന്നത്. അതൊരു പോയമാണ്. ടൈറ്റിൽ ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്, ഓതർ റോബർട്ട് ഫ്രോസ്റ്റ്. പോയം വായിക്കുന്നതിന് മുൻപേ ഓതറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. റോബർട്ട് ഫ്രോസ്റ്റ് വാസ് ബോൺ ഇൻ സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ and was the only American to receive the Pulitzer Prize for Poetry 4 times. റോബർട്ട് ഫ്രോസ്റ്റ് ജനിക്കുന്നത് 1874 മരിക്കുന്നത് 1963. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം റോബർട്ട് ലീ ഫ്രോസ്റ്റ് എന്നാണ്. റോബർട്ട് ലീ ഫ്രോസ്റ്റ്, LEE. അദ്ദേഹം ജനിച്ചത് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു. ഹി വാസ് എൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് ഹി റിസീവ്ഡ് ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ പോയട്രി 4 times. ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു അവാർഡാണ് പുലിറ്റ്സർ പ്രൈസ്. അത് അദ്ദേഹത്തിന് 4 തവണ അദ്ദേഹത്തിൻ്റെ പോയട്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹി ഏൺ ഹിസ് ഫെയിം ആസ് ദ വോയിസ് ഓഫ് അമേരിക്ക, റൈറ്റിംഗ് അബൌട്ട് റൂറൽ പീപ്പിൾ ആൻഡ് ദെയർ ഓക്കുപ്പേഷൻസ് which find exquisite expressions through poems like After Apple Picking, Mending Wall, Home Burial, etc., all published in North of Boston. അദ്ദേഹം അറിയപ്പെടുന്നത് വോയിസ് ഓഫ് അമേരിക്ക എന്ന പേരിലാണ്. അമേരിക്കയുടെ ശബ്ദം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിനുള്ള കാരണം അദ്ദേഹം എഴുതിയിരുന്നത് അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള റൂറൽ പീപ്പിളിനെ കുറിച്ചും അവരുടെ ഒക്കുപ്പേഷൻസ്, അവർ ചെയ്യുന്ന തൊഴിലിനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഒരു കോമൺ സെറ്റിംഗ് എന്ന് പറയുന്നത് ന്യൂ ഇംഗ്ലണ്ട് ആയിരുന്നു. അത് അമേരിക്കയിലെ ഒരു ഏരിയയാണ്. റൂറൽ ന്യൂ ഇംഗ്ലണ്ടാണ് അദ്ദേഹത്തിൻ്റെ കോമൺ സെറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ പോയംസ് ആയിട്ടുള്ള ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്, മെൻഡിങ് വാൾ, ഹോം ബറിയൽ മുതലായ പോയംസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് അദ്ദേഹത്തെ വോയിസ് ഓഫ് അമേരിക്ക എന്ന് വിളിക്കുന്നുവെന്ന്. ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന പോയം സെറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂ ഇംഗ്ലണ്ടാണ്. സീസൺ എന്ന് പറയുന്നത് ഓട്ടം സീസണാണ്. അതിനകത്ത് പറയുന്നത് ഓതർ ഒരു ദിവസം മുഴുവനും അദ്ദേഹത്തിൻ്റെ ആപ്പിൾ തോട്ടത്തിൽ ആപ്പിൾ ശേഖരിച്ചതിന് ശേഷം വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹം വളരെ ക്ഷീണിച്ചു. അപ്പോൾ അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് എത്രത്തോളം അദ്ദേഹം ക്ഷീണിച്ചോ അത്രത്തോളം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് റെസ്റ്റ് എടുത്തെങ്കിലെന്ന്. ആ ഒരു കാര്യമാണ്, ആ ഒരു സെറ്റിങ്ങാണ് ആ പോയത്തിനകത്ത് പറയുന്നത്. മെൻഡിങ് വാൾ എന്ന അദ്ദേഹത്തിൻ്റെ പോയം, അദ്ദേഹം അതിൽ പറയുന്നത് സ്പീക്കറും അദ്ദേഹത്തിൻ്റെ നൈബറും കൂടെ എല്ലാ വർഷവും ഒരു റിച്വൽ പോലെ അവരുടെ അതിരുകൾ വരുന്ന ഭാഗത്ത് ഒരു സ്റ്റോൺ കൊണ്ടുള്ള ഒരു വാൾ പണിയുന്നുണ്ട്. എല്ലാ വർഷവും അതിൽ കേടുപാടുകൾ സംഭവിക്കും, അതിനെ അവർ റീബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് മെൻഡിങ് വാൾ എന്ന പോയത്തിൽ പറയുന്നത്. എത്രത്തോളം രണ്ടുപേരുടെ വസ്തുക്കൾ തമ്മിൽ ഒരു വാൾ ഉള്ളതിൻ്റെ പ്രാധാന്യം എത്രയാണെന്നുള്ളത് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പോയവും സെറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂ ഇംഗ്ലണ്ട് ആയിട്ടാണ്. അടുത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന പോയം ഹോം ബറിയൽ. അതിനകത്ത് ഒരു റിലേഷനിൽ വന്നിരിക്കുന്ന കേടുപാടുകളെക്കുറിച്ചാണ് പറയുന്നത്. ആ റിലേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് വൈഫ് റിലേഷനാണ്. അവരുടെ കുഞ്ഞ് മരിക്കുന്ന സമയത്ത് രണ്ടുപേരും എങ്ങനെയാണ് ആ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത്. രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ 2 രീതിയിലായിരുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ദാമ്പത്യ ബന്ധവും അവിടെ തകർന്നു പോകുന്നു. ആ ഒരു കാര്യമാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ഈ പറഞ്ഞ പോയംസ് എല്ലാം പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പോയിട്രി കളക്ഷനായിട്ടുള്ള നോർത്ത് ഓഫ് ബോസ്റ്റൺ 1914 പബ്ലിഷ് ചെയ്ത കളക്ഷനാണ്. നോർത്ത് ഓഫ് ബോസ്റ്റണിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മൗണ്ടൻ ഇൻ്റർവെൽ കണ്ടെയ്ൻസ് അതർ ഫേമസ് പോയംസ് ലൈക്ക് ദ റോഡ് നോട്ട് ടേക്കൺ ആൻഡ് ബിർച്ചസ്. His poems are noted for the skillful combination of delight and wisdom. നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എത്രത്തോളം നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു മെസ്സേജ് നൽകുന്ന പോയമാണ് ദ റോഡ് നോട്ട് ടേക്കൺ. അതുപോലെ ബിർച്ചസ് എന്ന പോയം, ആ ബിർച്ച് മരങ്ങൾ കാണുമ്പോൾ പോയറ്റിന് തോന്നുന്ന കാര്യങ്ങളാണ്. അതായത് ബിർച്ച് മരങ്ങളുടെ ശാഖകളെന്ന് പറയുന്നത് താഴത്തേക്ക് അല്ലെങ്കിൽ തറയിലേക്ക് എഴഞ്ഞു കിടക്കുന്നത് പോലെയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കാം, അതിൻ്റെ റീസൺ എന്തായിരിക്കാം, അദ്ദേഹം പലതും ചിന്തിക്കുന്നുണ്ട്. ഒരു കുട്ടി അതിൽ തൂങ്ങി ആടിയത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ആ പർട്ടിക്കുലർ പോയത്തിനകത്ത് പറയുന്നത്. ഈ പറഞ്ഞ 2 പോയവും പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ 3rd പോയട്രി കളക്ഷനായിട്ടുള്ള മൗണ്ടൻ ഇൻ്റർവെല്ലാണ്. അത് പബ്ലിഷ് ചെയ്തത് 1916
അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയട്രി കളക്ഷനാണ് എ ബോയ്സ് വിൽ. അദ്ദേഹത്തിൻ്റെ എല്ലാ പോയംസിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു കോമ്പിനേഷൻ ആയിരിക്കും. എന്തിൻ്റെയാണ്? ഡിലൈറ്റിൻ്റെയും വിസ്ഡത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ പോയംസ് വായിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു ഡിലൈറ്റ് ഫീൽ ചെയ്യും, വായിക്കുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ നമ്മളത് വായിച്ച് അതിൻ്റെ എൻഡിലോട്ട് എത്തുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകും. കുറേ കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കി തരും. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ തുടങ്ങി വളരെ ഡിലൈറ്റ് തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു തുടങ്ങുന്ന ഒരു പോയം അത് എൻഡ് ചെയ്യുന്നത് വിസ്ഡമിലായിരിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന പോയത്തിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഷോർട്ടർ ലിറിക്സ് ഓഫ് ഫ്രോസ്റ്റ് ത്രൂ വിച്ച് ഹി എക്സ്പ്രസസ് ഹിസ് ലവ് ഫോർ ദ നേഷൻ. അമേരിക്ക എന്ന അദ്ദേഹത്തിൻ്റെ നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു 16 വരികൾ മാത്രമുള്ള ഒരു ചെറിയ ഒരു ലിറിക് പോയമാണ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. ലിറിക് എന്ന് പറയുന്നത് റൈറ്ററുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ചെറിയ പോയമാണ് ലിറിക്. ദ പോയം വിച്ച് വാസ് റിസൈറ്റഡ് അറ്റ് ദ ഇനാഗുറൽ സെറമണി വിത്ത് ജോൺ എഫ് കെന്നഡി ആസ് ദ പ്രസിഡന്റ് ഓഫ് USA traces the entire history of the nation from the days of its colonization to the days of their discovery of her might and glory. ജോൺ എഫ് കെന്നഡി USA പ്രസിഡൻ്റായിട്ട് ചുമതലയേൽക്കുന്ന ആ ഒരു ഇനാഗുറൽ സെറമണിയിൽ അദ്ദേഹം ഈ ഒരു പോയം വായിക്കുകയുണ്ടായി, റിസൈറ്റ് ചെയ്യുകയുണ്ടായി. ആ ഒരു പർട്ടിക്കുലർ ഒക്കേഷന് വേണ്ടി അദ്ദേഹം വായിക്കാനായി ഒരു പോയം എഴുതിയിരുന്നെങ്കിലും ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിനത് വായിക്കാൻ കഴിയാതെ വരികയും അദ്ദേഹം ഓർമ്മയിൽ നിന്ന് ഈ പോയം റിസൈറ്റ് ചെയ്യുകയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. ഈ പർട്ടിക്കുലർ പോയം എക്സ്പ്രസ് ചെയ്യുന്നത് അമേരിക്കയുടെ ഹിസ്റ്ററി തന്നെയാണ്. അതായത് അമേരിക്കയുടെ കോളനൈസേഷൻ മുതൽ അവിടുത്തെ ജനങ്ങൾ ആ നാടിൻ്റെ മഹത്വവും അതിൻ്റെ ഒരു ശക്തിയും ആ ഒരു പവറും മനസ്സിലാക്കിയ നാൾ വരെ, അത് മനസ്സിലാക്കി കണ്ടെത്തിയ നാൾ വരെയുള്ള ഒരു ഹിസ്റ്ററിയാണ് ഈ പോയത്തിലൂടെ അദ്ദേഹം പറയുന്നത്. When the British occupied the land, America became a colony. The colonies nurtured a sense of possession instead of nurturing a sense of belongingness. This withheld from them feelings of affection and patriotism. Lack of intimate experiences of place made them weak and ineffective. അമേരിക്കയുടെ ഹിസ്റ്ററി വളരെ ചുരുക്കമായി നമുക്കിങ്ങനെ പറയാം. അമേരിക്കയിൽ ജനങ്ങൾ എത്തിയത് 15,000 BC മുതലായിരുന്നു. 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഈ ഒരു പുതിയ ലാൻഡ്, അമേരിക്ക എന്ന പേരിലുള്ള ലാൻഡ് കണ്ടെത്തുന്നു. അദ്ദേഹം അമേരിക്ക ഡിസ്കവർ ചെയ്യുന്നതിന് മുൻപേ അവിടെ താമസിച്ചിരുന്നത് വൈക്കിങ്സ് ആയിരുന്നു. യൂറോപ്യൻ കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് 15th സെഞ്ച്വറിയിലായിരുന്നു. ബ്രിട്ടൻ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അതിൽ ഫസ്റ്റ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് 1607 വെർജീനിയയിലായിരുന്നു. 1760 ആയപ്പോഴേക്കും ബ്രിട്ടൻ്റെ ഈ കോളനികളിൽ 2.5 മില്യൺ ആൾക്കാർ താമസിച്ചു. എന്നാൽ അമേരിക്കയിലെ കോളനികളിൽ നിന്നും ഇംഗ്ലണ്ട് കൂടുതൽ കരം, അതായത് ടാക്സ് പിരിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് മാത്രമല്ല ആ സമയത്ത് അടിമ കച്ചവടം പോലെയുള്ളവയും ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെയെല്ലാം ഫലമായിട്ട് ആ സമയത്ത് ഫ്രീഡം സ്ട്രഗിൾ നടക്കുകയും സ്ലേവറിയെ അബോളിഷ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങൾ അല്ലെങ്കിൽ വാറുകൾ അന്ന് ഉണ്ടാകുകയും ചെയ്തു. 1804 സ്ലേവറി അബോളിഷ് ചെയ്യപ്പെട്ടു. 20th സെഞ്ച്വറി ആയപ്പോഴേക്കും അമേരിക്ക ലോകത്തിലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ലീഡിംഗ് ഇൻഡസ്ട്രിയൽ പവറായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. ബ്രിട്ടനിൽ നിന്നും ജനങ്ങൾ അമേരിക്കയിലേക്ക് വന്ന് താമസിച്ചപ്പോൾ അവർ രൂപപ്പെടുത്തിയെടുത്തത് ഒരു സെൻസ് ഓഫ് പൊസഷൻ ആയിരുന്നു. അതായത് അവർ ചെന്നെത്തിയ സ്ഥലത്തെ അവർ കൈവശമാക്കി വച്ചിരിക്കുന്നു എന്നൊരു സെൻസായിരുന്നു, അങ്ങനൊരു ഫീലിംഗ് ആയിരുന്നു അവരുണ്ടാക്കിയെടുത്തത്. എന്നാൽ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, തങ്ങളുടേതാണ് ഈ സ്ഥലം എന്നൊരു രീതി, എന്നൊരു ഇമോഷൻ അവർക്ക് തോന്നിയിരുന്നില്ല. തങ്ങൾ ജീവിക്കുന്ന നാടിനോട് ഒരു തരത്തിലുള്ള അഫക്ഷനും പാട്രിയോട്ടിസവും അവർക്ക് ഫീൽ ചെയ്തില്ല. ഇതിൻ്റെ ഫലമായി അവർ വീക്ക് ആവുകയും അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു. ദ കോളനീസ് ഓൺ റിയലൈസിംഗ് ദെയർ ഡിഫക്റ്റ്, നെയിംലി ദ ലാക്ക് ഓഫ് ലവ്, സെൻസ് ഓഫ് ഏലിനേഷൻ ആൻഡ് ഡിവോഷൻ ടു വൺസ് കൺട്രി, സറണ്ടേർഡ്
their heart and soul for the cause of the country which had now become their motherland. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് തങ്ങളുടെ തെറ്റു മനസ്സിലായി. തങ്ങൾ ജീവിക്കുന്ന നാടിനോട് അവർക്കൊരു സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ ഡിവോഷൻ ഇല്ലാതിരുന്നു. ഒരു സെൻസ് ഓഫ് ഏലിനേഷൻ അവർ ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് തങ്ങൾക്ക് ഇത്രയും ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഹാർട്ടും സോളും തങ്ങൾ ജീവിക്കുന്ന ആ രാജ്യത്തിനു വേണ്ടി, അതായത് അമേരിക്ക എന്ന രാജ്യത്തിനു വേണ്ടി, അതിനെ അവരുടെ മദർലാൻഡായിട്ട് കണ്ടുകൊണ്ട് അവർ സ്വയം സമർപ്പിച്ചു. ഫ്രോസ്റ്റ് റെഫേഴ്സ് ടു ദിസ് ഡിവോഷൻ ആസ് സാൽവേഷൻ ഇൻ സറണ്ടർ. ദിസ് വാസ് ദെയർ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. അമേരിക്കയിലെ ജനങ്ങൾ തങ്ങളെ തന്നെ തങ്ങളുടെ നാടിനു വേണ്ടി സമർപ്പിച്ചു എന്നുള്ള ആ ഒരു സംഭവം, അതിനെ ഫ്രോസ്റ്റ് ഇവിടെ പറയുന്നത് സാൽവേഷൻ ഇൻ സറണ്ടർ എന്നാണ്. ആ ഒരു സംഭവമായിരുന്നു ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. അതായത് അവർ സ്വയം നൽകിയ അവരെ തന്നെ നേർച്ചയായിട്ടോ അല്ലെങ്കിൽ കാണിക്കയായിട്ടോ അല്ലെങ്കിൽ ആ നാടിനു വേണ്ടി സ്വയം സമർപ്പിച്ചു എന്നുള്ളത് അത് ഒരു ഗിഫ്റ്റായിരുന്നു. വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. ഇറ്റ് മാർക്ക്ഡ് ദ ഗ്രോത്ത് ഓഫ് എ നേഷൻ ചാർട്ടിംഗ് അൺഡിസ്കവേർഡ് ലാൻഡ്സ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഹെർസെൽഫ് ആസ് എ ഗ്രേറ്റ് നേഷൻ. ജനങ്ങൾ തങ്ങളെ തന്നെ സമർപ്പിച്ചതിൻ്റെ ഫലമായി ആ നാട് വളരാനായിട്ട് തുടങ്ങി. അവർ അതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത പുതിയ പുതിയ സ്ഥലങ്ങൾ അവരുടെ മേപ്പിലേക്ക് കൂട്ടിച്ചേർത്തു. അങ്ങനെ ഒരു വലിയ നേഷനായിട്ട്, ഒരു ഗ്രേറ്റ് നേഷനായിട്ട് അവർ വളർന്നു. ത്രൂ ദിസ് ഷോർട്ട് ലിറിക് ഫ്രോസ്റ്റ് ട്രേസസ് the development of the American national character and emphasizes how they will continue to love their land in future too. The poem can be aptly called as the history of America compressed in 16 lines. ഈ ഒരു ചെറിയ ലിറിക് പോയത്തിലൂടെ ഫ്രോസ്റ്റ് പറയുന്നത് അമേരിക്കയിലെ ജനങ്ങൾ എങ്ങനെയാണ് ആ നാടിനെ സ്നേഹിച്ചതെന്നും ഭാവിയിലും അവർ എങ്ങനെ ആ നാടിനെ സ്നേഹിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പോയം എന്ന് പറയുന്നത് 16 വരികളിൽ ഒതുക്കിയ അമേരിക്കയുടെ ഹിസ്റ്ററി ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ഈ പോയം പബ്ലിഷ് ചെയ്തത് 1942 ദ വെർജീനിയ ക്വാർട്ടർലി റിവ്യൂ എന്ന ഒരു കളക്ഷനകത്താണ് അദ്ദേഹം ഈ പോയം പബ്ലിഷ് ചെയ്യുന്നത്. ടൈറ്റിൽ ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. ടൈറ്റിലിനകത്ത് വരുന്ന ഔട്ട്റൈറ്റ് എന്ന വേർഡിന് നമുക്ക് പൂർണ്ണമായും അല്ലെങ്കിൽ ഓപ്പണായിട്ട്, ഡയറക്റ്റായിട്ട്, മുഴുവനായും എന്നൊക്കെ മീനിങ് പറയാവുന്നതാണ്. പോയം വായിക്കാം. ദ ലാൻഡ് വാസ് അവേഴ്സ് ബിഫോർ വി വെയർ ദ ലാൻഡ്സ്. ഷീ വാസ് അവർ ലാൻഡ് മോർ ദാൻ 100 years ബിഫോർ വി വെയർ ഹെർ പീപ്പിൾ. ഷീ വാസ് അവേഴ്സ് ഇൻ മാസച്യുസെറ്റ്സ്, ഇൻ വെർജീനിയ. ബട്ട് വി വെയർ ഇംഗ്ലണ്ട്സ്, സ്റ്റിൽ കൊളോണിയൽസ്, possessing what we still were unpossessed by what we now no more possessed. റോബർട്ട് ഫ്രോസ്റ്റ് ഈ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലാൻഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ ലാൻഡ് എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. ദ ലാൻഡ് വാസ് അവേഴ്സ് ബിഫോർ വി വെയർ ദ ലാൻഡ്സ്. ആ നാട് ഞങ്ങളുടേതായിരുന്നു. ഏതുവരെയാണ്? ഞങ്ങൾ ആ നാടിൻ്റേതാകുന്നതുവരെ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? She was our land more than 100 years before we were her people. കാരണം ഞങ്ങൾ ഏകദേശം 100 വർഷത്തോളം ആ നാട്ടിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ നാട് ഞങ്ങളുടേതായിരുന്നു. ഞങ്ങൾ കൈവശം വച്ചിരുന്ന, ഞങ്ങൾ പൊസസ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ നാട്. എന്നാൽ ഞങ്ങൾ ആ നാടിൻ്റേതായിരുന്നില്ല. അതായത് ആ ഞങ്ങളുടെ സ്വന്തമാണെന്നോ ഒരു ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ അത് ഞങ്ങൾക്ക് ആ നാടിനോട് തോന്നിയിരുന്നില്ല. ഞങ്ങൾ അതിനെ കൈവശം വെച്ചു, ഞങ്ങൾ അവിടെ ജീവിച്ചു എങ്കിലും ആ നാട് ഞങ്ങളുടേതാണ് എന്നുള്ളത്, ആ ഒരു സ്നേഹത്തോടെയുള്ള ഒരു തോന്നൽ, ആ ഒരു സ്നേഹം, ആ ജീവിക്കുന്ന നാടിനോടുള്ള ഒരു അഫെക്ഷൻ അത് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല. അതായത് ഞങ്ങൾ ആ നാടിൻ്റേതായിരുന്നില്ല. ഷീ വാസ് അവേഴ്സ് ഇൻ മാസച്യുസെറ്റ്സ്, ഇൻ വെർജീനിയ. ഞങ്ങൾ എവിടേക്ക് ജീവിച്ചു? അമേരിക്കയിലെ 2 സിറ്റികളാണ് മാസച്യുസെറ്റ്സ് അതുപോലെ വെർജീനിയ. ബ്രിട്ടീഷുകാരുടെ ഫസ്റ്റ് കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വെർജീനിയയിലായിരുന്നു. അത് 1607 ആ ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ കവി പറയുന്നത് ഞങ്ങൾ മാസച്യുസെറ്റ്സിലും വെർജീനിയയിലും ഒക്കെ താമസിച്ചിരുന്നു.
അമേരിക്കയിൽ ബ്രിട്ടൻ 13ഓളം കോളനികൾ സ്ഥാപിച്ചു. ഞങ്ങൾ പല പല സ്ഥലങ്ങളിലായിട്ട് അമേരിക്കയിൽ താമസിച്ചിരുന്നു എങ്കിലും അമേരിക്ക ഞങ്ങൾ കൈവശം വച്ചിരുന്നു എങ്കിലും ഞങ്ങൾ ഒരിക്കലും അമേരിക്കയുടേതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷെ ഞങ്ങൾ എന്താണ് അന്ന് വിചാരിച്ചിരുന്നത്? ബട്ട് വി വെർ ഇംഗ്ലണ്ട്സ് സ്റ്റിൽ കൊളോണിയൽസ്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ഇംഗ്ലണ്ടിൻ്റേതാണ്. ഞങ്ങൾ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇംഗ്ലണ്ടിൻ്റേതാണ്. ഞങ്ങൾ കൊളോണിയൽസ് മാത്രമാണ്. അവിടെ നിന്ന് ഇവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി താമസിക്കുന്ന കൊളോണിയൽസ് മാത്രമാണ്. അല്ലാതെ ഇത് ഞങ്ങളുടെ സ്ഥലം അല്ല. ഇവിടെ ഞങ്ങൾ താൽക്കാലികമായിട്ട് താമസിക്കുന്നതെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു ജനങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നത്. പൊസസിങ് വാട്ട് വി സ്റ്റിൽ വെയർ അൺപൊസസ്ഡ് ബൈ. പൊസസ്ഡ് ബൈ വാട്ട് വി നൗ നോ മോർ പൊസസ്ഡ്. ഞങ്ങൾ അധികാരത്തോടുകൂടെ കൈവശം വച്ചിരുന്ന ആ നാട്, ജീവിച്ചു പോന്ന ആ നാട്, അത് ഞങ്ങളുടേതാണ് എന്നൊരു സ്നേഹത്തോടുള്ളൊരു സമീപനം ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ ഞങ്ങളെ വേണ്ടാത്ത, ഞങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ നാടിനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമായിട്ട് കരുതി. ശരിക്കും ഞങ്ങളെ അവർക്ക് വേണ്ടായിരുന്നു. ഞങ്ങൾ ജീവിച്ചു വന്ന ആ നാടിനെ സ്നേഹത്തോടെ കാണാനായിട്ടും ഞങ്ങളുടേതാണ് എന്ന് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. Something we were withholding made us weak until we found out that it was ourselves we were withholding from our land of living, and forthwith found salvation in surrender. ഞങ്ങൾ തടഞ്ഞു വച്ചിരുന്ന ഏതോ ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാതെ വച്ചിരുന്ന എന്തോ ഒരു കാര്യം ഞങ്ങളെ വീക്കാക്കി. പക്ഷെ പിന്നീട് ഞങ്ങളത് കണ്ടെത്തി അതെന്തായിരുന്നുവെന്ന്. അത് ഞങ്ങൾ തന്നെയായിരുന്നു. ആ നാടിനോട് അടുക്കാതെ ഞങ്ങൾ മാറ്റി നിർത്തിയത് ഞങ്ങളെ തന്നെയായിരുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്തു. ആ നാടിനു വേണ്ടി ഞങ്ങൾ സ്വയം അർപ്പിച്ചു. ഈ ഒരു സമർപ്പണത്തെയാണ് ഫ്രോസ്റ്റ് സാൽവേഷൻ ഇൻ സറണ്ടർ എന്ന് പറയുന്നത്. സ്വയം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സാൽവേഷൻ. Such as we were, we gave ourselves outright. The deed of gift was many deeds of war, to the land vaguely realizing westward, but still unstoried, artless, unenhanced, such as she was, such as she would become. ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ തന്നെ ആ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ആ ഒരു ഗിഫ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് യുദ്ധങ്ങളായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോഴേക്കും ആ നാട് വളരാനായിട്ട് തുടങ്ങി. അതുവരെയും അറിവില്ലായിരുന്ന പല സ്ഥലങ്ങളേക്കും അവർ വ്യാപിച്ചു. അവിടുത്തെ സെറ്റിലേഴ്സായ ജനങ്ങൾ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലേക്ക് അവർ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. പുതിയ പുതിയ നാടുകൾ അവർ കണ്ടെത്തുകയും തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് അതിനെ വലുതാക്കുകയും ചെയ്തു. അവർ കണ്ടെത്തിയ ആ നാടുകളെന്ന് പറയുന്നത് വളരെ സിമ്പിളായിരുന്നു. അധികം ചരിത്രമൊന്നുമില്ലാത്ത, ആരും സ്റ്റോറി ചെയ്യപ്പെടാത്ത, ഒരുപാട് മേന്മകളൊന്നും പറയാനില്ലാത്ത ആർട്ട്ലെസ് ആയിട്ടുള്ള നാടുകളായിരുന്നു അവർ കണ്ടെത്തിയത്. എന്നാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഗ്രേസ്ഫുള്ളായ ഒരു ലാൻഡായിരുന്നു. അമേരിക്ക ഇപ്പോഴും അങ്ങനെയാണ്. വളരെ സിമ്പിളാണ്, വളരെ ഗ്രാൻഡാണ്. അതിന് അതിൻ്റേതായ ഒരു നാച്ചുറൽ ഗ്രേസ് ഉണ്ട്. ആ ഒരു ഗ്രേറ്റ്നെസ് അമേരിക്ക എല്ലാ കാലവും സൂക്ഷിക്കും. ഭാവിയിലും ഫ്യൂച്ചറിലും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഫ്രോസ്റ്റ് ആ പോയം അവസാനിപ്പിക്കുന്നത്. സോ ഈ പോയത്തിലൂടെ അമേരിക്കയുടെ ഹിസ്റ്ററി വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് ഫ്രോസ്റ്റ് കാണിച്ചു തരുന്നു. ഈ പോയത്തിൽ പറയുന്ന ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അവർ തന്നെയായിരുന്നു അവിടുത്തെ ഗിഫ്റ്റ്. അതുപോലെ സാൽവേഷൻ ഇൻ സറണ്ടർ, ആ ഒരു ഫ്രേസ് എന്താണെന്ന് ചോദിച്ചാൽ അവർ സ്വയം ആ നാടിന് വേണ്ടി സമർപ്പിച്ചത്, അതായത് ആ നാട് തങ്ങളുടേതാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരെപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത്, അതിനെയാണ് സാൽവേഷൻ ഇൻ സറണ്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവിടുത്തെ സെല്ലേഴ്സ് എന്തുകൊണ്ടാണ് ആ നാടിനെ സ്നേഹിക്കാതെ മാറി നിന്നതെന്ന് ചോദിച്ചാൽ അവർ സെല്ലേഴ്സ് ആയിരുന്നു. ശരിക്കും അവരുടെ നാട് ഇംഗ്ലണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ താമസിക്കാൻ വന്ന സ്ഥലം അവർ കൈവശം വച്ചു എന്നേ ഉള്ളൂ. അവർക്ക് അതിനോടൊരു ഫീലിംഗ് തോന്നിയിരുന്നില്ല. ശരിക്കും അവരുടെ നാട് ബ്രിട്ടൻ ആയിരുന്നു എന്നൊരു ഫീലിംഗ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ താമസിച്ച് വന്ന ആ നാടിനെ സ്നേഹിക്കാനായിട്ട് കഴിയാതെ പോയത്. അതുപോലെ തന്നെ 2 സെറ്റിൽമെൻറ്റ്സ് അദ്ദേഹം ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, മസാച്യുസെറ്റ്സും വെർജീനിയ. അമേരിക്കയിലെ ബ്രിട്ടൻ്റെ 2 സെറ്റിൽമെൻറ്റ്സ് ആണ്. ഒരുപക്ഷെ അത് എക്സാമിന് ചോദിക്കാം, ഇതിനകത്ത് റെഫർ ചെയ്തിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. സോ ഈ പോയത്തിൻ്റെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചാൽ അത് പാട്രിയോട്ടിസം തന്നെയാണ്. അദ്ദേഹത്തിന്, പ്രത്യേകിച്ചും ഓഥറിന്, അദ്ദേഹത്തിൻ്റെ നാടിനോടുള്ള ആ ഒരു സ്നേഹം, പാട്രിയോട്ടിസം, അത് ഈ പോയത്തിൻ്റെ മെയിൻ തീമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഈ പോയത്തിലൂടെ അദ്ദേഹം
അമേരിക്കയിലെ ജനങ്ങൾക്ക് വന്ന അവരുടെ ക്യാരക്ടറിൽ വന്നൊരു ചേഞ്ച് പറയുന്നുണ്ട്. അതും എക്സാമിന് ചോദിക്കാവുന്ന ഒരു നല്ല ക്വസ്റ്റ്യനാണ്. അവരുടെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു തങ്ങളുടെ നാടിനോട്, എന്നാൽ പിന്നീട് അത് എങ്ങനെ മാറി വന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഹിസ്റ്ററി, കോളനൈസേഷൻ മുതൽ ഇപ്പോഴത്തെ അമേരിക്കയുടെ ആ ഒരു മൈറ്റും ഗ്ലോറിയും നേടിയെടുത്തത് വരെയുള്ള അമേരിക്കയുടെ ഹിസ്റ്ററി, അതും ചോദിക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിച്ച് കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങളുടെ ആൻസേഴ്സിന് ഒപ്പം കണ്ടെത്തുക. നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.